തമിഴ്നാട്ടിലെ കാരയ്ക്കലിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന പിടികൂടി. സമുദ്രാതിർത്തി ലംഘിച്ചതിന് 18 തൊഴിലാളികളെയാണ് പിടികൂടിയിരിക്കുന്നത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. റഹീസ്, വിശദാംശങ്ങൾ. SKN ഈ നെടുന്തീവിന് സമീപം മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന മീൻ പിടിച്ചുകൊണ്ടിരുന്ന 18 പേരെയാണ് ഇപ്പോൾ ശ്രീലങ്കൻ നാവികസേന പിടികൂട്ടിയിരിക്കുന്നത്. ഇവർ കാരയ്ക്കലിൽ നിന്നുള്ളവരാണ്. ഇന്ന് പുലർച്ചോടെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്തെന്നാൽ കഴിഞ്ഞ കുറെ ആഴ്ചകളായി നിരന്തരമായി ശ്രീലങ്കൻ നാവികസേന തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന മത്സ്യത്തൊഴിലാളികളെ പിടികൂടുന്നുണ്ട്. നേരത്തെയും ഇത്തരം സംഭവം നിരന്തരമായിരുന്നുവെങ്കിലും നേരത്തെ ഇവരെ പിടികൂടിയിരുന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്താതെ ഇവരെ വിട്ടയക്കുന്നത് ഒരു പതിവായിരുന്നു. പക്ഷേ ഈ അടുത്തായി ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഒപ്പം തന്നെ ഇവരുടെ ബോട്ട് പിടിച്ചെടുക്കുകയും ശ്രീലങ്കൻ നാവികസേന അവരുടെ ആവശ്യത്തിന് വേണ്ടി ഈ ബോട്ട് ഉപയോഗിക്കുക കൂടി ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ ഇവരെ പിടികൂടിയാൽ ജയിലിലടക്കുകയും വലിയ പിഴയാണ് ഇപ്പോൾ ചുമത്തുകയും ചെയ്യുന്നത്. ഇതിനെതിരെ തമിഴ്നാട് സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ഇടപെടണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. പക്ഷേ ഇതൊന്നും ഇപ്പോഴും നടക്കുന്നില്ല. ശ്രീലങ്കൻ നാവികസേന നിരന്തരമായി തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ പിടികൂടുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ 18 പേരെ പിടികൂടിയിരിക്കുന്നു. ഇവരെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയുമ്പോൾ ഇവർക്ക് മേലെ വലിയൊരു പിഴയും ഒപ്പം ഇവരുടെ ബോട്ട് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടാകും. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ ആകെ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ആഴ്ചയും ഇവർ പാമ്പൻ പാലം ഉപരോധിച്ചുകൊണ്ടൊരു പ്രതിഷേധം നടത്തുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ വീണ്ടും മത്സ്യത്തൊഴിലാളികളെ പിടികൂടുന്നത് ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും കേന്ദ്രത്തോട് ഉടൻ തന്നെ ശ്രീലങ്കൻ സർക്കാരിനോട് സംസാരിക്കണമെന്നോ ആവശ്യപ്പെടണമെന്നും മത്സ്യത്തൊഴിലാളികൾ ഇതിനോടകം തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. SKN.